സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഒരു മാസത്തിനിടെ കേരളത്തിൻ്റെ തീരത്തോട് ചേർന്ന് 2 കപ്പലപകടങ്ങൾക്ക് സാക്ഷിയാവുകയാണ് നമ്മൾ. ആദ്യത്തെ കപ്പലപകടം കഴിഞ്ഞ് അതിൽ നിന്ന് കടലിൽ പതിച്ച കണ്ടെയ്നറുകളിൽ ഉള്ള മാലിന്യങ്ങൾ അത് ഏത് വിധത്തിലാണ്, അല്ലെങ്കിൽ ആ രാസവസ്തുക്കൾ ഏത് വിധത്തിലാണ് നമ്മളെ ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പോൾ രണ്ടാമതൊരു കപ്പൽ കൂടി അപകടത്തിൽപ്പെടുകയും അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിൽ വീഴുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കപ്പലിലാകട്ടെ കൂടുതൽ വിഷാംശമുള്ള രാസവസ്തുക്കൾ ഉണ്ട്, കീടനാശിനികൾ അടക്കമുള്ളവയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ ഈ രണ്ടാമത് അപകടത്തിൽപ്പെട്ട കപ്പലിലെ കാർഗോ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അതിൽ ഈ അപകടത്തിൻ്റെ തോത്, ഇപ്പോൾ പരിസ്ഥിതിക്കൊക്കെ ഉണ്ടാക്കുന്ന ദോഷത്തിൻ്റെ പരിധി പരിഗണിച്ചുകൊണ്ട് വിവിധ തലങ്ങളിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ 3, 4, 6 അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷനിലൊക്കെ പെടുന്ന വസ്തുക്കളുണ്ട് എന്നുള്ള വിവരമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക, ഏത് വിധത്തിലാണ് നമുക്കിതിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുക, ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒപ്പമുള്ളത് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ കെ വി തോമസ് ആണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ 2 അപകടങ്ങൾ, ആദ്യത്തെ അപകടത്തിൽ നമ്മൾ തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ ആലപ്പുഴ വരെയുള്ള തീരപ്രദേശത്താണ് ഈ കൂടുതൽ ആഘാതം ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ കോഴിക്കോട് അടുത്ത് രണ്ടാമതുണ്ടായിരിക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഏതാണ്ട് തീരം മുഴുവൻ ഒരു പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ആ ജീവജാലങ്ങൾക്കൊക്കെ പ്രയാസമുണ്ടാകുന്ന തരത്തിൽ ചിലത് സംഭവിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു ഗ്രാവിറ്റിയെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ഇത് തീർച്ചയായിട്ടും നമ്മുടെ തീരക്കടലിൽ കപ്പൽ ഗതാഗതം കൂടുന്നതിനനുസരിച്ചിട്ട് ഇതുപോലുള്ള അപകടങ്ങളുടെ സാധ്യത കൂടിക്കൂടി വരികയാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രധാന പോർട്ടാണ് കൊച്ചി തുറമുഖം. അതിൻ്റെ പരിമിതികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിലുള്ള ഷിപ്പുകളും അതിൽ വരുന്ന ഷിപ്പുകളുടെ വലിപ്പത്തിലും എണ്ണത്തിലും ഒക്കെ പരിമിതികളുണ്ടായിരുന്നു. അതല്ലാതെ ഉള്ള കപ്പലുകൾ, വിഴിഞ്ഞം പോർട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ, കണ്ടെയ്നറുകൾ ഉള്ള കപ്പലുകൾ, അതൊക്കെ വരാൻ തുടങ്ങുകയാണ്. അത് പോർട്ടിന്റെ അവകാശമനുസരിച്ചിട്ടാണെന്നുണ്ട് ധാരാളം ദിവസമെന്നോണം ധാരാളം നൂറുകണക്കിന് ഷിപ്പുകൾ, വലിയ കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. ഈ സാധ്യതകൾ ഇനിയിപ്പം നമ്മുടെ കൊച്ചി പോർട്ട് വികസിപ്പിക്കാൻ പോവുകയാണ്. അവിടെ ഒരു കണ്ടെയ്നർ പോർട്ട് വന്നു കഴിഞ്ഞു. അതിലും അവിടെയും വലിയ ഷിപ്പുകൾ വരുന്ന രീതിയിൽ ഔട്ടർ കൊച്ചി പോർട്ടിന്റെ കടൽ ഭാഗത്ത് വികസനം നമ്മൾ നടത്താൻ പോവുകയാണ്. അതുപോലെ പ്രമുഖ വലിയ പോർട്ടുകൾ ഇനിയും വരാൻ മേലാകുകയില്ല. ഇതൊക്കെ നമ്മുടെ ആശങ്ക കൂട്ടുന്നതാണ്. കേരളം എന്ന് പറയുന്ന ഈ തീരത്ത് പ്രത്യേകിച്ചും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമൂഹം, മത്സ്യം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ സമൂഹം, അവര് ഉള്ള കേരള തീരത്ത് നമുക്കറിയാമല്ലോ, ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടന്നിരുന്നത് ഇന്ത്യയിൽ, കേരളത്തിലായിരുന്നു. ഇപ്പം ഗുജറാത്ത് ആയെങ്കിലും ആ തരത്തിലുള്ള ഒരു മേഖലയിൽ ഇതുപോലുള്ള അപകടങ്ങൾ സൃഷ്ടിക്കാവുന്ന ആഘാതങ്ങൾ, പാരിസ്ഥിതികമായിട്ടും സാമൂഹികമായിട്ടുമുള്ള ആഘാതങ്ങൾ വളരെ വലുതും ഗുരുതരവുമായിരിക്കും. അത് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന. പുതിയ തുറമുഖവും കൂടെ വന്നതുകൊണ്ട് നമ്മളുടെ കപ്പൽ ചാലുകളിലൂടെ ഗതാഗതം കൂടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയായിട്ട് നമ്മൾ ഇത്തരം ആക്സിഡൻസിനെ കാണണം. അതെ, കൂടുക മാത്രമല്ല, നമ്മുടെ തീരക്കടലിനോട് ചേർന്ന് കൂടുതൽ കപ്പൽ പാതകൾ വരികയാണ്. അവിടെയാണ് അതിനകത്തുണ്ടാകുന്ന ഒരു വലിയ ആശങ്ക. തീരത്തോട് ചേർന്ന് വരികയാണ്. ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയ്ക്ക് പടിഞ്ഞാറായിട്ട് ഏതാണ്ട് 27 കിലോമീറ്റർ ദൂരെ ഉണ്ടായ കപ്പലപകടം, അത് തീരക്കടലിലാണ്, തീരക്കടലിലൂടെ പോവുകയാണ്. അത് ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം വളരെ വലുതാണ്. എന്ന് പറഞ്ഞ പോലെ കൂടുതൽ തുറമുഖങ്ങളിൽ വരികയും അതിൽ കൂടി കൂടുതൽ കപ്പൽ
വരികയും പോവുകയും ചെയ്യുമ്പം അത് നമ്മുടെ തീരത്ത് അല്ലെങ്കിൽ അതിന് എത്രത്തോളം അതിന്റെ ആ ക്യാരിയിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അത് അപകടങ്ങൾ കൂടുതൽ വരാനും ഓരോ അപകടവും അത് അപകടം ഉണ്ടാകുന്ന സമയത്ത് മാത്രമല്ല അതിന്റെ ആഘാതങ്ങളുള്ളത്. അത് പ്രത്യേകിച്ചും കടലില് അതിന്റെ മുകൾ തട്ടിലും ജലനിരപ്പിലും താഴോട്ട് പോകുമ്പോഴും അടിത്തട്ടിലും അതുപോലെ തീരപ്രദേശങ്ങളിലും ഇതിന്റെ ആഘാതം ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു പ്രദേശത്ത് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ടോ ഒന്നും അല്ല ഇതുണ്ടാകുന്നത്. അത് നിലനിൽക്കുന്നതോ കുറച്ചു നാളല്ല, ദീർഘകാലം നിലനിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു 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 സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലത്തോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ആ പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും തീരത്തിനൊക്കെ ഉണ്ടാകുന്ന ആഘാതത്തിലേക്ക് വരാൻ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോളൂ. ഇപ്പോൾ ഈ കപ്പൽച്ചാലിൻ്റെ കാര്യം പറഞ്ഞല്ലോ, തീരക്കടലിലാണ് കപ്പൽച്ചാൽ കൂടുതൽ അടുത്തേക്ക് വരുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇതിനൊരു മാനദണ്ഡം ഉണ്ടാവുമോ, അല്ലെങ്കിൽ മാനദണ്ഡം ഉണ്ടോ? ഇതിനെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങൾ ഉണ്ടാവുമല്ലോ. കരയിൽ നിന്ന് ഇത്ര ദൂരെ വേണം, പുറംകടലിൽ ഇത്ര അകലെ വേണം കപ്പൽച്ചാൽ കടന്നു പോകാൻ, അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ ഉണ്ടാവില്ലേ? ഇത് ഈ നമ്മുടെ 12 നോട്ടിക്കൽ മൈല് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്, അതിർത്തി കടൽ നമ്മൾ പറയുന്നത്, അത് നമുക്കതിനകത്ത് പരിപൂർണ അധികാരമുണ്ട്, സോവറിനിറ്റി ഉണ്ട്, സമ്പൂർണ്ണ അധികാരം. അവിടെ വെച്ച് എന്ത് നടന്നാലും അതിൽ ആക്ഷൻ എടുക്കാനും ഒക്കെ നമുക്ക് അധികാരമുണ്ട്. അതേസമയം ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്, അതിർത്തി കടലിന് അത് 12 നോട്ടിക്കൽ മൈലാണ്. അതിനും അപ്പുറം പുറംകടലിൽ 200 നോട്ടിക്കൽ മൈൽ വരെ ഉള്ള പ്രദേശത്ത്, അതിനെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ നമ്മൾ പറയുന്ന ആ പ്രദേശത്ത്, ആ കടലില് അവിടുത്തെ വിഭവങ്ങളുടെ അവകാശം നമുക്കാണ്. അതേസമയം അതിലെ ഇന്നസെന്റ് പാസേജ് ഇന്റർനാഷണൽ നിയമപ്രകാരം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നസെന്റ്, അതായത് മറ്റ് ദോഷങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള ഇന്നസെന്റ് പാസേജ് അവിടെ അനുവദനീയമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനായിട്ട് ചില കണ്ടീഷൻസിൽ നമുക്ക് പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. നമ്മുടെ കേരളത്തിലെ തീരദേശ സമൂഹം, മത്സ്യത്തൊഴിലാളികളുടെ സമൂഹം, എനിക്ക് തോന്നുന്നു 3-4 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ഫിഷറീസ് മന്ത്രിയായിരുന്ന കാലത്ത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും അവര് അന്ന് ആവശ്യപ്പെട്ടത് 50 നോട്ടിക്കൽ മൈലിന് വെളിയിലായിരിക്കണം കപ്പൽ പാത എന്നാണ്. കാരണം ഈ 50 നോട്ടിക്കൽ മൈൽ എന്നുള്ളത് ഇവിടുത്തെ ട്രഡീഷണൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മേഖലകളാണ്. പിന്നെ അവിടെ ഉണ്ടാകുന്ന, തീരത്തോട് അടുക്കും തോറും ഉണ്ടാകുന്ന അപകടങ്ങൾ കൂടുതൽ തീരക്കടലിലും തീരമേഖലയിലും തീരപ്രദേശത്തും ആഘാതം സൃഷ്ടിക്കാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് അത് കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് അവരുടെ സമ്മർദ്ദം ചെലുത്തി ആ ഒരു നിലപാട് എടുക്കണം, അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവരണം എന്നൊരു ശക്തമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അത് ഇതുവരെ നടന്നിട്ടില്ല. റൈറ്റ്. ഇനിയിപ്പോൾ ഈ വിഴിഞ്ഞം പോലെയുള്ള വലിയ തുറമുഖമൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ ആവശ്യമൊന്നും അത്ര എളുപ്പത്തിൽ നടക്കാൻ സാധ്യതയുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വൻകിട കമ്പനികൾ കാർഗോ കൈമാറ്റം, ട്രാൻസ്ഷിപ്മെൻറ്റുകളുടെ കൈമാറ്റം, ഇതിനൊക്കെ കൂടുതൽ പ്രോമിനൻസ് വരികയാണല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ലല്ലോ. പോർട്ട് ഉണ്ടാക്കിയത് അല്ലെ നിർമ്മിച്ചത്, ഇപ്പം വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിനാണ് അതിന്റെ സ്റ്റേക്ക് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ളത് കേരള ഗവൺമെന്റ്. അത് നഷ്ടത്തിൽ പോകാൻ അവർ അനുവദിക്കില്ലല്ലോ. മറ്റ് തുറമുഖങ്ങളൊക്കെ ഒന്നില്ല പൂർണ്ണമായിട്ടും പ്രൈവറ്റ് മുതൽ മുടക്കുള്ളത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുതൽ മുടക്കുള്ളതാണ്. കേരളത്തിന്റെ ഇത് ഒരു പ്രമുഖ പോർട്ട് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന് മേജർ മുതൽ മുടക്കുള്ളതാണ്. അപ്പൊ അവിടെ ഒരു നഷ്ടം സംഭവിക്കുക, അല്ലെങ്കിൽ ആ പോർട്ടിന്റെ പ്രവർത്തനത്തിന് പിന്നോട്ട് വരുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാനും നടപടികൾ കൊണ്ടുവരാനും സ്വാഭാവികമായിട്ടും മടിക്കുമല്ലോ. അത് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. അല്ലാതെ
പോർട്ടൽ അല്ല അവിടെ വരുന്ന കമ്പനികളെ എങ്ങനെ സഹായിക്കാമെന്നുള്ളതാണ് നമ്മുടെ സർക്കാരുകൾ സാധാരണ നോക്കുന്നത്. കാരണം വികസനത്തിന്റെ ആവശ്യം അതാണെന്നുള്ളൊരു സങ്കല്പമുണ്ട്. അങ്ങനെയാണ് പോകുന്നത്. അത് പ്രതീക്ഷിച്ചാൽ മതി. റൈറ്റ്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച ഇപ്പോൾ രണ്ടിടത്തുണ്ടായ അപകടങ്ങൾ മൂലം കടലിലേക്ക് തള്ളപ്പെട്ട വസ്തുക്കളുണ്ടല്ലോ, അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമ്മളുടെ മുമ്പിലില്ല. ഇപ്പോൾ ആദ്യം ആലപ്പുഴയ്ക്ക് അടുത്തുണ്ടായ അപകടത്തെ തുടർന്ന് നമ്മൾ തീരപ്രദേശത്ത് കണ്ടത് കുറേ പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസിൻ്റെ വല പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുണ്ടായിരുന്ന ആദ്യത്തെ പ്രയാസമായിട്ട് നമ്മൾ കണ്ടത്. അതാണ് നമ്മളുടെ കൺമുമ്പിൽ കണ്ടത്. കൺമുമ്പിൽ കാണാത്ത ആഘാതം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. ഇവിടെയും അത് സംഭവിക്കാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെപ്ത് എങ്ങനെയാണ്? ഞാനിത് ആളുകളെ പരിഭ്രമിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളെ ഭീതിപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല, പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് ഇതിൻ്റെ ഒരു ഈ അപകടത്തിൻ്റെ ഡെപ്ത് എന്താണ് എന്ന്. അത് ഇവിടെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇപ്പം ആലപ്പുഴ തീരക്കടലിലുണ്ടായ അപകടത്തില് എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ എന്നുള്ളതും അത് എത്രയൊക്കെ ലീക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നമുക്കറിയില്ലേ. കടലിന്റെ അടിത്തട്ടില് ഏതെങ്കിലും വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ലേ. കടലില് എത്രത്തോളം ഓയില് അതിൽ നിന്ന് ലീക്ക് ചെയ്ത കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു. അത് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും കൂടെ അത് കണ്ടേ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു. അത് കോസ്റ്റ് ഗാർഡ് അറിയിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടുതൽ വ്യാപനം അവർ ഇല്ലാതാക്കിയെന്നും അതിനെ അവിടുന്ന് മാറ്റാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും കോസ്റ്റ് ഗാർഡ് പറഞ്ഞു. മറ്റ് കാര്യങ്ങൾ ഇപ്പം കണ്ടെയ്നർ എത്ര താഴെ മുങ്ങിക്കിടപ്പുണ്ട്, ആ കണ്ടെയ്നറിൽ നിന്ന് ലീക്ക് ഉണ്ടായിട്ട് ബെന്തോസ് ഓർഗാനിസ് അടിത്തട്ടിലെ ജീവജാലങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് പറ്റുന്ന രീതിയിൽ അത് വളർന്നിട്ടുണ്ടോ, കടലില് ഏതൊക്കെ തരത്തിലുള്ള രാസ മാലിന്യങ്ങൾ കലർന്നിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ലല്ലോ. ആകെ നമുക്കുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തീരത്ത് വന്ന ഇടിച്ച് തകർന്ന കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങൾ, അതിൽ നിന്ന് വെളിയിൽ വന്ന തുണിയും മറ്റ് സാധനങ്ങളും ഒക്കെ ഉള്ള കുറച്ച് മാലിന്യങ്ങൾ, പിന്നെ തീരത്ത് മുഴുവനും തീരക്കടലിലും മത്സ്യത്തൊഴിലാളികളുടെ അധിവാസ മേഖലകളിലും അവരുടെ ചുറ്റുപാടുകളിലും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ്. അത് അവിടെ തന്നെ കിടപ്പുണ്ട്, അതൊന്നും വാരിക്കൊണ്ട് പോയിട്ടില്ല. കാരണം ആ പ്ലാസ്റ്റിക് പെല്ലറ്റുകളിൽ പലതും മണലിന്റെ അടിയിലായി, പലതും വീടുകളിലോട്ടും ആ പ്രദേശങ്ങളിലോട്ടും കാറ്റത്ത് പറന്നു പോയതുണ്ട്. ആ പറന്നു പോയതൊക്കെ അവിടെ എല്ലാം വിതരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും പിന്നെ കടൽ ഭിത്തികളുടെ ഇടയിൽ, ആ കല്ലുകൾക്കിടയിൽ ധാരാളം പെല്ലറ്റുകൾ, ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ്. 1 mm തൊട്ട് 5 mm വരെ വലുപ്പമുള്ള മൈക്രോ പ്ലാസ്റ്റിക്സുകളാണ്. അത് ആ കല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇതൊക്കെ ഇനിയിപ്പം നമുക്ക് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നടത്തുമെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ ഇതുവരെ ആ ക്ലീനിങ് പ്രോസസ് എന്ന് പറയുന്നത് വാരി അതിനെ മാറ്റുക എന്ന് പറയുന്നത് അതിനൊരു സത്യത്തിലൊരു പ്രോട്ടോകോൾ ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ സംശയമാണ്. കാരണം അത് ഞാൻ തീരത്ത് പോയപ്പോഴും കണ്ടു, ഈ ചെരുപ്പുകൾ കൊണ്ട് പോലും കൈകൊണ്ടും ചെരുപ്പ് കൊണ്ടും ഒക്കെ തടുത്തു കൂട്ടിയിട്ട് വാരി എടുക്കുന്നത്. അപ്പം അതും നാമമാത്രമായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു പ്രോട്ടോകോൾ പോലും ഇല്ലാതെയാണ് നമ്മൾ ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ദുഃഖകരമായ ഒരു അവസ്ഥ. അപ്പൊ ഇത് തീരദേശത്ത് താമസിക്കുന്നവരുടെ, തീരക്കടലിലെ ജൈവ ജീവികളുടെ ഒക്കെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അതുപോലെ ഈ പ്ലാസ്റ്റിക്കുകൾ, ഈ അവശേഷിക്കുന്ന പെല്ലറ്റുകൾ, അത് ചെറിയ രൂപത്തിലായി നാനോ പ്ലാസ്റ്റിക്കുകളായിട്ട് ഫുഡ് ചെയിനിൽ കയറിയിട്ട് നമുക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള വളരെ ഗുരുതരമായ ഒരു ഭാവിയിലോട്ട് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് അത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായ കണ്ണൂര് അഴീക്കലിന്റെ പടിഞ്ഞാറ് വശത്ത് ഏതാണ്ട് 90 കിലോമീറ്ററോ മറ്റോ കടലിലാണത് തീ പിടിച്ചതും അവിടെ നിന്നുള്ള കണ്ടെയ്നറുകൾ താഴോട്ട് വന്നതും അല്ല കടലിൽ വീണതും ഒക്കെ ഏതാണ്ട് 10-90 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ്. അവിടെ ഡെപ്ത് ആഴം കൂടുതലാണ്. ആഴം കൂടുതലായതുകൊണ്ട് ഈ അതിന്റെ താഴെ പോയിട്ടുള്ള കണ്ടെയ്നറുകൾ അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും, അവിടുന്ന് പോയിട്ടുള്ളൂ. അത് അധികം മാറാൻ കാരണമായിട്ടില്ല. അപ്പൊ അതങ്ങനെ പെട്ടെന്ന് മാറുകയില്ല, കാരണം അത്ര ആഴത്തിൽ, കാരണം ഒരു 100-150 മീറ്ററെങ്കിലും അവിടെ ആഴം കാണും. അപ്പം അവിടെ നിന്ന് താഴോട്ട് പോയി അവിടെ അടിയുന്ന
ബോയൻസി കുറവുള്ള, അതായത് താഴോട്ട് പോകുന്ന, അവിടെ അടിയുന്ന കണ്ടെയ്നറുകൾ അവിടെ തന്നെ കിടക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ മാറുള്ളൂ. അത് പൊട്ടി ലീക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് താഴത്തെ അടിത്തട്ടിലാണ് അത് വ്യാപിക്കുന്നത്. ചിലതൊക്കെ മുകളിലോട്ടും സർഫസിലോട്ടും വരാവുന്നുള്ള സാധ്യതയുണ്ട്. അടിത്തട്ടിൽ വ്യാപിക്കുന്നത് അവിടുത്തെ സൂക്ഷ്മജീവികളെ, അടിത്തട്ടിലെ സൂക്ഷ്മജീവികളെ അല്ലെ അവിടുത്തെ മറ്റ് ജീവികളെ അത് ബാധിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ റീപ്രൊഡക്ഷനെയും അതിന്റെ വളർച്ചയൊക്കെ അത് ബാധിക്കും. ഇപ്പം ഇതൊക്കെ അതിനെ ഇതെല്ലാം ഇത് ജീവജാലങ്ങൾ ഇതിനെ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും, ബയോ അക്യുമുലേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ വീണ്ടും നമ്മളിലോട്ട് തന്നെയാണ് പിന്നെ വരുന്നത്, അത് കഴിക്കുന്ന നമ്മളിലോട്ട് തന്നെയാണ് വരുന്നത്. അതിന്റെ ആ സ്പീഷീസിന്റെ എണ്ണം കുറയ്ക്കാനും അവയുടെ വളർച്ചയെ ബാധിക്കാനും ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മുടെ ജൈവ വൈവിധ്യത്തെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പൊ അത് ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ ലീക്ക് ചെയ്യുന്ന രാസമാലിന്യങ്ങൾ അത് പടർന്നു കഴിഞ്ഞാൽ അത് എല്ലാ ജീവജാലങ്ങളെയും അത് തീരത്തോട്ട് ഉടനെ വരാനുള്ള സാധ്യതയില്ല. കാരണം ഇപ്പോഴത്തെ കാറ്റിന്റെ ഇതൊക്കെ വെച്ച് നോക്കിയാൽ, ഒഴുക്കിന്റെ ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഉടനെ അത് തീരത്തോട്ട് വരാൻ സാധ്യതയില്ല. എന്നാൽ ഇൻകോയ്സിന്റെ, ഹൈദരാബാദിലെ ഇൻകോയ്സ്, അവരാണ് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സാധാരണ അല്ല വാർണിങ്സ് തരുന്നത്. ഇതങ്ങോട്ട് പോകും, എങ്ങനെ പോകും, ഇപ്പൊ ഒരു ഓയിൽ സ്പില്ല് വന്നാൽ അത് എത്രത്തോളം സ്പ്രെഡ് ചെയ്യും, എവിടം വരെ പോകും, ഓരോ സമയത്ത് എവിടെ എത്തി നിൽക്കുന്നു, ഇതിന്റെയൊക്കെ വാർണിംഗ് തരുന്ന ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് ഹൈദരാബാദിലെ ഇൻകോയ്സ്. അവരുടെ ഒരു ബുള്ളറ്റിൻ ഉണ്ടായിരുന്നു, അവരുടെ ഒരു അറിയിപ്പുണ്ടായിരുന്നു. അത് തെക്ക് അവിടെ വീണ മാലിന്യങ്ങൾ തെക്ക് കിഴക്കായിട്ട് സഞ്ചരിക്കും എന്ന് പറഞ്ഞാല് നമ്മുടെ തീരപ്രദേശത്ത് കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലായിട്ട് അത് വന്നു ചേരാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് അവരുടെ ബുള്ളറ്റിനിൽ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഈ കാലവർഷം കൂടെ ആയതുകൊണ്ട് അതെപ്പോഴും ആ തീരപ്രക്രിയകൾക്കും കാറ്റിനും ഒഴുക്കിനും ഒക്കെ വ്യത്യാസം വരാം. അതനുസരിച്ചിട്ട് അത് ഈ ദിശയിൽ തന്നെ വേണമെന്നില്ല. പക്ഷെ അവരുടെ രീതിക്ക് ഇൻകോയ്സിന്റെ അവരുടെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഡെയിലി ബുള്ളറ്റിൻസ് അവർ തരും, ഇതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇതങ്ങോട്ട് പോകും. നമുക്കിപ്പം ഇതിനെ ഇത് കടലിലുള്ളതിനെ, തീരക്കടലിലും കടലിലും ഉള്ള മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുക, അല്ലെ ഇതുപോലെ ഒഴുകുന്നതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് കോസ്റ്റ് ഗാർഡിന്റെ, ഇന്ത്യൻ നേവിയുടെ അവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം അവർക്കാണ്. അവരത് ചെയ്യാറുണ്ട്, അവർക്ക് അതിനുള്ള കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. അത് പ്രധാനമായിട്ടും ഈ എണ്ണ പടരുന്നതിനാണ്. ഇപ്പം നമുക്ക് സാധാരണ അതാണ് പോർട്ടുകളിൽ ഉണ്ടാകാറുള്ളത്. ബോംബെ പോർട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഓയിൽ സ്പില്ലേജ്, ഓയില് കപ്പലാപകടത്തിൽ ഓയില് എണ്ണ വെളിയിൽ വരികയും അത് ബോംബെ കടലിലും വളരെ വലിയ തോതിൽ അത് പടരുകയും ചെയ്തു. അന്നാണ് നമ്മൾ സത്യത്തിൽ നമ്മൾ ഈ തരത്തിലുള്ള മുൻകരുതലിന്റെ ആവശ്യത്തെക്കുറിച്ച് ബോധവാന്മാരായി. അന്ന് അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയ മോഡലുകളുണ്ട്, ഇതിന്റെ എങ്ങോട്ട് പോകും, എത്ര പോകും എന്നുള്ളതൊക്കെ. പിന്നെ അതിനെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാനും അതിനെ അവിടുന്ന് മാറ്റാനുമുള്ള രീതികളും മാർഗങ്ങളും ഒക്കെ ഇപ്പം നമുക്കുണ്ട്, ഇന്ത്യൻ നേവിക്കും കോസ്റ്റ് ഗാർഡിനും. പക്ഷെ മറ്റ് രാസമാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അത്രയ്ക്ക് ഫലപ്രദമായ നടപടിക്രമങ്ങൾ നമുക്കുണ്ടോ എന്ന് ഉറപ്പില്ല. എനിക്കതിനെക്കുറിച്ച് അത്ര അറിയില്ല, അങ്ങനെയുള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷെ മാത്രമൊന്നും, കാരണം ഈ എണ്ണ എന്ന് പറയുന്നത് കടലിന്റെ സർഫസിലാണ്, അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ എളുപ്പമുണ്ട്. രാസമാലിന്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കടലിൽ ലയിച്ചു പോകുന്ന പോലെയാണല്ലോ, അതിനെ അത്ര എളുപ്പം നമുക്ക് കണ്ടെയ്ൻ ചെയ്യാനോ അല്ല അതിനെ മാറ്റാനോ പറ്റില്ല. അത് കടലിന്റെ ഒഴുക്കിനനുസരിച്ചിട്ട് നമുക്കറിയാമല്ലോ, കടൽ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ആ ഒഴുക്കും കാറ്റും ഒക്കെ പല സ്ഥലത്തോട്ട് ഇതിനെ കൊണ്ടുപോകുക. നമുക്ക് കടലിന്റെ സമുദ്രത്തിന്റെ മറ്റൊരു ഭാഗത്ത് നടക്കുന്നത് പോലും ഇവിടെ എത്തുമല്ലോ. ഇപ്പം നമ്മെ ആലപ്പുഴ നടന്നതിന്റെ അറിയാം, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് കന്യാകുമാരി ജില്ലയിലെത്തി. അപ്പം അതുകൊണ്ട് ഈ പ്രക്രിയയിൽ പ്രത്യേകിച്ച് ഈ രാസമാലിന്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് എവിടെയൊക്കെ എത്തും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നമുക്ക് ഉണ്ടാക്കിയാലും
അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും മാത്രമല്ല അതിനുള്ള സംവിധാനങ്ങളും നമുക്ക് കുറവാണ്. തീരത്തെത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ ആലപ്പുഴയിലെ കണ്ടല്ലോ, നമുക്ക് ഒരു സംവിധാനവും ഇല്ല. നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡോ അല്ലെ പരിസ്ഥിതി വകുപ്പോ അല്ലെ നമ്മുടെ ദുരന്ത മാനേജ്മെന്റ് അതോറിറ്റിയോ ഇവർക്കൊന്നും അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമില്ലായിരുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും വിഴിഞ്ഞം പോലുള്ള ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ, അതുപോലെ വിഴിഞ്ഞം പോർട്ടിന് അവർക്കും ഒരു എമർജൻസി കണ്ടിജൻസി പ്ലാൻ ഉള്ളതാണ്. അവരും അതനുസരിച്ചിട്ട് ആ പ്രദേശത്ത് വന്നടിഞ്ഞതിനോ അല്ലെ അവിടുത്തെ തീരദേശവാസികൾക്കുണ്ടാകുന്ന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം നടത്താൻ അവരുടെ ഈ എമർജൻസി കണ്ടിജൻസി പ്ലാനിലൂടെ അവർ ശ്രമിച്ചതായിട്ടും കണ്ടില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരവസ്ഥയിലാണ് നമ്മൾ. അതുകൊണ്ട് ഇത് എങ്ങോട്ട് ഒഴുകുന്നു, ആ ഒഴുകുന്നത് എത്രത്തോളം ഉണ്ട്, ആ രാസമാലിന്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അതിന്റെ ഗ്രാവിറ്റി, അതിന്റെ ആ ആഘാതത്തിന്റെ ഗ്രാവിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ഒരു കൃത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ആലപ്പുഴയ്ക്കടുത്ത് കപ്പലപകടം ഉണ്ടായപ്പോൾ പുറന്തള്ളപ്പെട്ടത് കാൽസ്യം കാർബൈഡ് ആണ് എന്നുള്ളതും അത് രാസപ്രവർത്തനത്തിലൂടെ വെള്ളത്തിൽ കലർന്നാൽ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻസ് നടന്നിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ഇതിൻ്റെ ഈ തോതനുസരിച്ച് 3, 4, 6 എന്നിങ്ങനെ ക്രമീകരിക്കുന്നതിനെ കുറിച്ചുള്ള കണക്കുകളൊന്നും അന്ന് നമ്മൾ കേട്ടിരുന്നില്ല. ഇന്നലെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള കണക്കുകൾ വരുന്നു. അപ്പോൾ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിൽ ഇപ്പോൾ കീടനാശിനി പോലെയുള്ള സംഗതികളാണ്, അത് വെള്ളത്തിൽ കലർന്നാൽ കൂടുതൽ ആഘാതം ഉണ്ടാകാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യം ഉണ്ടായതിനേക്കാൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആദ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാക്കുക ഈ രണ്ടാമതുണ്ടായ അപകടമാണെന്ന് പറയണോ? അത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അതായത് നമ്മുടെ ആലപ്പുഴ ഉണ്ടായ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് സുതാര്യതയുടെ കുറവുണ്ടായിരുന്നു. എന്തൊക്കെ നമുക്ക് ഈ ഒരു ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞിട്ടാണല്ലോ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് പോലും കിട്ടും. അതിന്റെ ഒരു കൃത്യമായ ഒരു വിശദമായ വിവരം ഇപ്പോഴും ലഭ്യമല്ലല്ലോ. അതേസമയം ഇപ്പം കണ്ണൂര് കടലിലുണ്ടായതിൽ അവർ ആ വിവരങ്ങളൊക്കെ കുറച്ച് ലഭ്യമാക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ രാസമാലിന്യങ്ങൾ എപ്പോഴും കൂടുതൽ അപകടകാരികളാണ്. ഒരു ലോങ് ടൈം ആയിട്ടും പിന്നെ ജൈവ വൈവിധ്യത്തിനും അത് നമ്മുടെ മത്സ്യസമ്പത്തിനും ഉണ്ടാക്കുന്ന ആഘാതം തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. അത് ലോങ് ടൈം ആണ് നിലനിൽക്കുന്നത്. പിന്നെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ കടലിൽ ചേരുന്നത് ഇത് കടലിലെ ഒരു തുടർച്ചയായതുകൊണ്ട് ഇത് പല സ്ഥലത്തോട്ടും അത് വ്യാപിക്കും. ഒരു പക്ഷെ കുറച്ചൊക്കെ അത് ഡൈല്യൂട്ടഡ് ആകാം, ചിലപ്പോൾ ഈ കാറ്റും ഒഴുക്കും കൊണ്ട് അത് എവിടെയെങ്കിലും കോൺസെൻട്രേറ്റഡ് ആകാം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെ ഇതിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് കടലിന്റെ അടിത്തട്ടില് ഇത് പടർന്നാല് നമ്മൾ അറിയുന്നുമില്ല, എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. അതുപോലെ കടലിന്റെ അടിത്തട്ടിൽ വീഴുന്ന അല്ലെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യാൻ പോകുന്ന കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടം അതെല്ലാം മത്സ്യബന്ധന സമയത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമുണ്ടാക്കുകയും അവരുടെ ഉപകരണങ്ങൾ, വല ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് നാശം ഉണ്ടാക്കാനും, പിടിച്ച മീൻ പോലും ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം അഴീക്കൽ, അതായത് കായംകുളം തിന്ന കടലിൽ മീൻ പിടിക്കാൻ പോയ മത്സ്യത്തൊഴിലാളികള് അവർ വലയിട്ട് വളരെ വലിയ ക്യാച്ചുണ്ട്. കാരണം അതിന്റെ ആ വെയിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ വല വലിക്കുമ്പോൾ അറിയാവുന്നു, പെട്ടെന്ന് അവർക്ക് മനസ്സിലായി അത് മത്സ്യം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഈ അവിടെ എവിടെയോ അടിഞ്ഞുകൂടിയ കണ്ടെയ്നറിന്റെ അവശിഷ്ടമുള്ള വല പെട്ടു എന്നുള്ളതാണ്. മത്സ്യം മൊത്തം പോയി എന്നാണ് അവരുടെ ഒരു ഇതിൽ കണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവിക്കാം. അപ്പൊ ഇതൊക്കെ എന്താണേലും ഇത് ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, ജീവജാലങ്ങൾക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പോലെ തന്നെ അവിടുത്തെ സമൂഹത്തിന്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ രാസമാലിന്യങ്ങൾ എന്ന് പറയുമ്പം ആൾക്കാരും മത്സ്യം വാങ്ങിക്കാൻ മടിക്കും. ഇപ്പം ട്രിവാൻഡ്രം, കൊല്ലം മേഖലയിൽ ഇപ്പം ആരും മത്സ്യം വാങ്ങിക്കാത്തവരോ അല്ലെങ്കിൽ ഒരു പൊതുജന
ഒരു നല്ല ശതമാനം ആൾക്കാർ മത്സ്യം വാങ്ങിക്കുന്നില്ല എന്നൊരവസ്ഥയിലോട്ട് പോയി. അപ്പം അത് മത്സ്യബന്ധനം നടത്തുന്നവർ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ജോലികൾ ചെയ്യുന്ന മത്സ്യോൽപ്പന്നം നടത്തുന്നവർ ഉൾപ്പെടെയുള്ളവരുടെ അവരുടെ ഉപജീവനത്തെയാണ് ബാധിക്കുന്നത്. അങ്ങനെ വളരെ പലതരത്തിലുള്ള ദോഷങ്ങൾ ഇതുണ്ടാക്കും. അതും ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പം ഈ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ തീരുന്നില്ല, ഇത് നിലനിൽക്കും. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ മത്സ്യങ്ങളുടെ പ്രജനന കാലത്ത് കൂടുതൽ മത്സ്യോൽപാദനം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് ഈ സമയത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഹ്രസ്വകാലത്തേക്ക് ഉണ്ടാകുന്ന ആഘാതം എന്ന് പറയുന്നത് ഈ മത്സ്യങ്ങളുടെ പ്രജനനത്തെ ബാധിക്കാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടോ? അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കാലവർഷകാലം എന്ന് പറഞ്ഞാൽ അപ്പോലിങ്, മേൽത്തള്ളല്, അതായത് കടലിന്റെ അടിയിലുള്ള അല്ലെ ഇന്റർമീഡിയറ്റ് ഡെപ്തിൽ ഇടയ്ക്കുള്ള ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള വെള്ളം മുകളിലോട്ട് അത് കാലവർഷകാലത്ത് ഒഴുക്കിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് വരുന്ന ഒരു സമയമാണ്. ജൈവസമ്പുഷ്ടമായ ജലം വരുമ്പം ആ ജലത്തോടു കൂടി ആ സീസണിലാണ് നമ്മുടെ ഒരു നല്ല മത്സ്യപ്രജനന സമയവും അത് തന്നെയാണ്. എല്ലാ മത്സ്യത്തിന്റെയും അല്ല, എന്നാലും നല്ലൊരു ശതമാനം മത്സ്യത്തിന്റെ പ്രജനന സമയമാണ്. അപ്പൊ അതിനെയൊക്കെ ഇത് ബാധിക്കും, അതിന് സംശയമൊന്നുമില്ല. അത് ഈ ഒരു മാസത്തേക്കുള്ള ക്യാച്ചിനെ അല്ല അത് ബാധിക്കുന്നത്, അത് വരും കാലത്തേക്കുള്ള മത്സ്യസമ്പത്തിനെയും ഒക്കെ ആണ് ബാധിക്കുന്നത്. ഈ മത്സ്യപ്രജനനം ത്തിന് തകരാറ് പറ്റിക്കഴിഞ്ഞാൽ വരും കാലത്തേക്ക് കൂടിയാണല്ലോ, ഇപ്പോഴത്തേക്ക് മാത്രമല്ല, അങ്ങനത്തെ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഇത് തീരത്തടിഞ്ഞാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ധാരണയില്ല എന്ന് സൂചിപ്പിച്ചു. അതിനൊരു പ്രോട്ടോക്കോൾ നമുക്കില്ല എന്ന് സൂചിപ്പിച്ചു. അതുപോലെ ഇത്തരം അപകടങ്ങൾ മുൻകാലത്ത് നമുക്ക് അത്രത്തോളം പരിചിതമല്ലാത്തതുകൊണ്ട് തന്നെ ഈ അപകടങ്ങളൊക്കെ ഉണ്ടായാൽ എങ്ങനെയാണ് നമ്മളിതിനെ സമീപിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. എന്താ പറയുക, ഒരു കണ്ടിജൻറ്റ് പ്രോട്ടോക്കോൾ നമുക്കില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു. ഇപ്പോൾ 2 അപകടങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹം, ഭരണകൂടം എല്ലാവരും ഇതിനെ ഇനി ഈ പുതിയ കാലത്ത് ഇത്തരം സംഗതികൾ ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോട്ടോക്കോളും ഡോക്യുമെൻറ്റേഷനും ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതിലേക്കല്ലേ നമ്മൾ ഇനി ആലോചിക്കേണ്ടത്? ഇല്ല, അതിലോട്ട് നമ്മൾ തീർച്ചയായിട്ടും പോകണം. നമ്മുടെ ഇപ്പോൾ നടന്ന കാര്യങ്ങളിലെ നമ്മുടെ പാളിച്ചകൾ ഉൾക്കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ രൂപീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. പല സ്ഥലങ്ങളിലും ഇതിനൊക്കെയുള്ള പ്രോട്ടോകോൾസ് ലഭ്യമായിരിക്കും. കാരണം ഇതൊക്കെ ലോകത്ത് പല ഭാഗങ്ങളിലും സംഭവിക്കുന്നതാണല്ലോ. അതിനെ നേരിടാനുള്ള, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണ പടർന്നാൽ അതിനെ നേരിടാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പം നമുക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ഓരോ കാര്യത്തിലും, പ്രത്യേകിച്ചും ഈ പോർട്ട് ഇവിടെ വലിയൊരു വൻകിട പോർട്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുകയും അതിനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതും ആയിരുന്നു. പക്ഷെ എടുക്കാൻ പറ്റിയില്ല പല കാരണങ്ങളും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇനിയെങ്കിലും അത്തരത്തിലുള്ള പ്രോട്ടോകോൾസ് തയ്യാറാക്കാനായിട്ടും അതിനെ പ്രോട്ടോകോൾസ് തയ്യാറാക്കുക മാത്രമല്ല, അത് ശരിയാണ്, ആ പ്രോട്ടോകോൾ തന്നെയാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ തീരത്തിനും നമ്മുടെ സാമൂഹ്യ രീതിക്കും അനുസൃതമായിട്ട്, അല്ല നമ്മുടെ തീരപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ രീതിക്കും അനുസൃതമായിട്ട് അതിനെ മാറ്റിയെടുക്കണം. മറ്റൊരു സ്ഥലത്തുള്ളതിന് അതേ രീതിയിൽ നമ്മൾ കൊണ്ടുവരുന്നതിൽ പലപ്പോഴും അത് ശരിയായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഗുണം ചെയ്തെന്ന് വരില്ല. ആ തരത്തിൽ നമ്മൾ അതിനെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ തയ്യാറാക്കുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, ഇങ്ങനെ ഒരെണ്ണം വന്നു എപ്പോഴും എന്നും വരുന്നതല്ലല്ലോ, ഇങ്ങനെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും നമ്മുടെ പോർട്ട് അധികാരികൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കുകയും ചെയ്യണം. ഒറ്റ കാര്യം കൂടെ, നമ്മൾ ഈ സാമൂഹ്യമായി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറഞ്ഞല്ലോ, അവരെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മളൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായിട്ടാണ് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത്. നമ്മുടെ സൊസൈറ്റി എത്രത്തോളം അവരെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇത്തരമൊരു ക്രൈസിസ് വരുമ്പോൾ ഇപ്പുറത്തുള്ളൊരു സൊസൈറ്റിയുടെ ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. ഈ മനുഷ്യരെ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നത് അതുകൂടെ വേണ്ടേ സത്യത്തിൽ ഇതിൽ? തീർച്ചയായിട്ടും പൊതുബോധത്തിൽ ആ ഒരു മാറ്റം വരണമേ. മത്സ്യത്തൊഴിലാളികൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നുള്ളതും അവരും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ളതും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്. ഇപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്ക്
ഇപ്പോൾ ഈ ആലപ്പുഴയിലെ കപ്പൽ അപകടം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായമുണ്ട്. 1000 രൂപയും 6 കിലോ അരിയും, റേഷൻ അരിയും സൗജന്യമായിട്ട് കൊടുക്കുമെന്നുള്ള ഒരു ഇതുണ്ട്. ഇത് എത്ര പേർക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ വളരെ കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. അനുബന്ധ തൊഴിലാളികൾ ഉണ്ട്, മത്സ്യം വളരെ കുറച്ച് പേർക്കേ കിട്ടുള്ളൂ. അവർക്കൊന്നും ഇത് എത്തില്ലേ. അതുപോലെ തന്നെ ഈ മത്സ്യ തൊഴിലാളികൾ പലരും ഈ വെൽഫെയർ ബോർഡിലൊക്കെ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് കാണില്ലേ. രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തന്നെ ആക്റ്റീവ് ഫിഷർമെൻ അല്ലാത്തവരും ധാരാളം നമ്മുടെ മറ്റ് പരിഗണനകൾ നമ്മുടെ ഒരു രീതിയാണല്ലോ, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവർക്കൂടെ കൂടിയാണ് ഇത് കിട്ടുന്നത്. പിന്നെ ഈ 1000 രൂപ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. പക്ഷെ ഈ 1000 രൂപ എന്ന് പറയുന്നത് എത്ര 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 കുറവാണെന്നൊന്ന് ആലോചിച്ചു. അതുപോലെ തന്നെ ഈ നമ്മുടെ സ്ഥലം ഏറ്റെടുക്കുമ്പോഴൊക്കെ വലിയ കോമ്പൻസേഷൻ കൊടുക്കാറുണ്ട്. മത്സ്യത്തൊഴിലാളികള് അവർ താമസിക്കുന്ന സ്ഥലം, അവർക്ക് പട്ടയമുള്ള സ്ഥലം കടലെടുത്തു പോയാൽ എന്താ അവർക്ക് കൊടുക്കുന്നു? ഒന്നും കൊടുക്കുന്നില്ല, മാറ്റിപ്പാർപ്പിക്കും. അതല്ലേ ഉള്ളൂ. ഇപ്പം അവരോടുള്ള നമ്മുടെ അപ്രോച്ച്, അവരോടുള്ള നമ്മുടെ കരുതല്, അത് ഗവൺമെന്റ് സംവിധാനങ്ങളുടെ മാത്രമല്ല, ബ്യൂറോക്രസിയുടെ മാത്രമല്ല, പൊതുബോധത്തിലും അത് കുറച്ചുകൂടെ ശക്തമായിട്ട് വരണം എന്നുള്ള കാര്യത്തിന് സംശയമില്ല. റൈറ്റ്. വളരെ നന്ദി ഡോക്ടർ കെ വി തോമസ് ഞങ്ങളോട് സംസാരിച്ചതിന്. 2 കപ്പലപകടങ്ങൾ, അതുണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് ഇന്നോ നാളെയോ മറ്റന്നാളോ നമുക്ക് കാണാൻ കഴിയുന്നതോ അറിയാൻ കഴിയുന്നതോ നമ്മളെ ബാധിക്കുന്നതായിരിക്കില്ല. ചിലപ്പോൾ അത് ദീർഘകാലത്തേക്ക് നമ്മളെ ബാധിക്കുന്നതാകാം. അത് കടലിലെ ആവാസ വ്യവസ്ഥയെ മാത്രമല്ല, തീരദേശത്ത് വസിക്കുന്ന മനുഷ്യന്മാരെ കൂടെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കി പുതിയ സാഹചര്യത്തിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണകൾ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന് സംശയമില്ലാതെ തന്നെ പറയാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.